നാരോസിയുടെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന വലിയൊരു കുന്നിൻമുകളിൽ ഒരു വലിയ ശവസംസ്കാര ചടങ്ങ് നടക്കുകയായിരുന്നു. പച്ചപ്പുല്ല് നിറഞ്ഞ ആ മൈതാനത്ത് ഐമായുടെയും ആ ചെറിയ കുഞ്ഞു ബെലോണിന്റെയും മൃതദേഹങ്ങൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വലിയ വിറകുകൾക്ക് മുകളിൽ വെച്ചിരുന്നു. കുന്നിന്റെ ഒരറ്റത്ത് വലിയൊരു സ്വർണ്ണപ്രതിമ പോലെ സൈറാക്സ് എന്ന ഡ്രാഗൺ ഇരിപ്പുണ്ടായിരുന്നു. താങ്ങാനാവാത്ത ദുഃഖത്തോടെ കണ്ണുനീർ വറ്റിവരണ്ട മുഖവുമായി നിൽക്കുന്ന റേനീരായെയാണ് അവിടെ കണ്ടത്. അവൾ ആകെ തകർന്നിരുന്നു. ആ സമയത്ത് ഡേമൺ പതുക്കെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്ന് ചെവിയിൽ മന്ത്രിച്ചു. അവർ നിനക്കായി കാത്തുനിൽക്കുകയാണ്, ഡീമൺ പറഞ്ഞു. ദുഃഖം തളംകെട്ടി നിൽക്കുന്ന ആ ജനക്കൂട്ടത്തെ റേനീരായ ഒന്ന് നോക്കി. എന്റെ സഹോദരൻ ജീവിച്ച ആ ഏതാനും മണിക്കൂറുകളിൽ എന്റെ അച്ഛൻ ഒടുവിൽ സന്തോഷം കണ്ടെത്തിയോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു, ഹൈ വാലീറിയൻ ഭാഷയിൽ റേനീരായ പറഞ്ഞു. നിന്റെ അച്ഛന് ഇപ്പോൾ മുമ്പെന്നത്തേക്കാളും നിന്നെ ആവശ്യമുണ്ട്, ഡേമൺ പറഞ്ഞു. ഞാനൊരിക്കലും ഒരു മകനാകില്ല, റേനീറ പറഞ്ഞു. കുറച്ച് നിമിഷങ്ങൾ അവിടെ വലിയൊരു മൗനം നിറഞ്ഞു നിന്നു. റേനീറ പതുക്കെ മുന്നോട്ട് നടന്നു. അവളുടെ ഓരോ ചുവടും സൈറാക്സ് വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. എന്തോ പറയാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങിപ്പോയി. അവൾ പതുക്കെ തിരിഞ്ഞ് തന്റെ അച്ഛനായ വിസെറിസിനെ നോക്കി. ആ വലിയ രാജാവ് കണ്ണീരണിഞ്ഞ മുഖവുമായി താഴേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവളെ തിരികെ നോക്കിയില്ല. അവളുടെ ആ വാക്ക് കേട്ടതും സൈറാക്സ് പതുക്കെ മുന്നോട്ടിഴഞ്ഞുവന്ന് തന്റെ വായിൽ നിന്നും വലിയ അഗ്നിജ്വാലകൾ പുറപ്പെടുവിച്ചു. ആകാശം മുട്ടെ ഉയർന്ന ആ അഗ്നിനാളങ്ങൾ ടാർഗേരിയൻ രാജവംശത്തിന്റെ വലിയൊരു ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു. കൊട്ടാരത്തിലെ സ്മോൾ കൗൺസിൽ മുറിയിൽ കനത്ത നിശബ്ദതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പിന്നിലൂടെ കടുത്ത ദുഃഖത്തോടെ വിസെറസ് അകത്തേക്ക് കടന്നുവന്നു. കൂടെ റായാം റെഡ്വൈനുമുണ്ടായിരുന്നു. രാജാവിനെ കണ്ടതും കൗൺസിൽ അംഗങ്ങളെല്ലാം എഴുന്നേറ്റു നിന്നു. മേശയുടെ അറ്റത്തുള്ള തന്റെ കസേരയിൽ വിശേരിസ് ഇരുന്നു. റയാം അദ്ദേഹത്തിന്റെ മാർബിൾ മേശപ്പുറത്ത് വെച്ചപ്പോൾ മറ്റ് അംഗങ്ങളും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു. വീഞ്ഞൊഴിക്കാനായി കോർലിസ് മാത്രം എഴുന്നേറ്റു നിന്നു. റെനീര എവിടെ? വിസെറിസ് ചോദിച്ചു. ഈ ഇരുണ്ട സമയത്ത് നാമാരും സംസാരിക്കാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണിത്, പക്ഷേ ഇതങ്ങേയറ്റം അടിയന്തിരമായ ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഓട്ടോ പറഞ്ഞു. എന്ത് കാര്യം? വിസെറിസ് ചോദിച്ചു. നിങ്ങളുടെ പിൻഗാമിയെക്കുറിച്ചുള്ള കാര്യം. ഈ വലിയ ദുരന്തങ്ങൾ കാരണം നിങ്ങൾക്കിപ്പോൾ വ്യക്തമായ ഒരു അവകാശിയില്ലാതായിരിക്കുന്നു, ഓട്ടോ പറഞ്ഞു. വീഞ്ഞൊഴിക്കുന്നതിനിടയിൽ കോർലിസ് പെട്ടെന്ന് തിരിഞ്ഞുനോക്കി. രാജാവിനൊരു അവകാശിയുണ്ട്, ലോർഡ് ഹാൻഡ്, കോർലിസ് പറഞ്ഞു. ഈ സമയം എത്രത്തോളം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ഒരു അവകാശിയെ ഉടൻ തന്നെ പ്രഖ്യാപിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു, ഓട്ടോ പറഞ്ഞു. അവകാശിയെ നിയമപ്രകാരവും പാരമ്പര്യപ്രകാരവും മുൻപ് തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്, ലിയോനെൽ പറഞ്ഞു. കോർലിസ് തന്റെ കസേരയിലേക്ക് മടങ്ങിവന്നിരുന്നു. നമുക്കവന്റെ പേര് പറയാമോ? ഡേമൺ ടാർഗേരിയൻ, കോർലിസ് പറഞ്ഞു. ഡേമൺ യാതൊരു എതിർപ്പുകളുമില്ലാതെ അടുത്ത രാജാവായി മാറിയാൽ അത് ഈ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിക്കും, മെല്ലോസ് പറഞ്ഞു. രാജ്യത്തിന്റെയോ അതോ ഈ സഭയുടെയോ? കോർലിസ് ചോദിച്ചു. ഡേമൺ രാജാവായാൽ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ഇവിടെ ആർക്കും പ്രവചിക്കാൻ കഴിയില്ല, പക്ഷെ അവന് വലിയ അധികാരമോഹമുണ്ടെന്ന് ആർക്കും സംശയമില്ല. CT വാച്ചിനെക്കൊണ്ട് അവൻ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. അവരെല്ലാം അവനോട് അങ്ങേയറ്റം കൂറുള്ളവരാണ്. 2000-ഓളം വരുന്ന വലിയൊരു സൈന്യം, ഓട്ടോ പറഞ്ഞു. വിസെറിസ് വലിയ ദേഷ്യത്തോടെ ഓട്ടോയെ നോക്കി. ഞാൻ ഡേമണിനെ മാസ്റ്റർ ഓഫ് ലോസ് ആയി നിയമിച്ചപ്പോൾ അവനൊരു ഏകാധിപതിയാണെന്ന് നിങ്ങൾ പറഞ്ഞു. മാസ്റ്റർ ഓഫ് കോയിൻ ആക്കിയപ്പോൾ അവൻ രാജ്യത്തെ പട്ടിണിയിലാക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു. അവനെ CT വാച്ചിന്റെ കമാൻഡറാക്കുക എന്നത് നിങ്ങളുടെ കണ്ടുപിടുത്തമായിരുന്നു, വിസേരിസ് പറഞ്ഞു. അതൊരു പകുതി പരിഹാരം മാത്രമായിരുന്നു രാജാവേ. സത്യമെന്താണെന്നാൽ അവൻ ഈ കൊട്ടാരത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിരിക്കണം, ഓട്ടോ പറഞ്ഞു. ഡേമൺ എന്റെ സ്വന്തം സഹോദരനാണ്. എന്റെ ചോരയാണ്. എന്റെ കൊട്ടാരത്തിൽ അവനെപ്പോഴും ഒരു സ്ഥാനമുണ്ടാകും, വിസെറിസ് പറഞ്ഞു. അവന് കൊട്ടാരത്തിൽ ഒരു സ്ഥാനം നൽകാം, പക്ഷെ ദൈവങ്ങൾ ഇനിയും നിങ്ങൾക്കെന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ നൽകിയാൽ അത് മനഃപൂർവ്വമോ അതോ അബദ്ധത്തിലോ ആകാം, മെല്ലോസ് പറഞ്ഞു. മനഃപൂർവ്വമോ? നിങ്ങളെന്താണ് പറഞ്ഞുവരുന്നത്? എന്റെ സഹോദരൻ എന്നെ കൊലപ്പെടുത്തി എന്റെ കിരീടം തട്ടിയെടുക്കുമെന്നാണോ? വിസെറിസ് ചോദിച്ചു. ആ സമയത്ത് മുറിക്ക് പുറത്ത് നിശബ്ദമായി നിന്ന് ഇതെല്ലാം കേൾക്കുന്ന ഡേമോണിന്റെ മുഖം ദൃശ്യമായി. അവന്റെ കണ്ണുകളിൽ വലിയൊരു പ്രതികാരദാഹം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ദയവായി നിർത്തൂ. ഡേമോണിന് വലിയ ആഗ്രഹങ്ങളുണ്ട്, അതെ, പക്ഷെ സിംഹാസനത്തോട് അവനില്ല. അവനതിനു വേണ്ട ക്ഷമയില്ല, വിസെറിസ് പറഞ്ഞു. പൂർണ്ണമായ അധികാരത്തോട് മോഹമില്ലാത്ത ഒരു മനുഷ്യനെയും ദൈവങ്ങൾ ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല രാജാവേ, ഓട്ടോ പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങളിൽ രാജാവ് പുതിയൊരു അവകാശിയെ പ്രഖ്യാപിക്കുന്നത് ഒരു തെറ്റല്ല, മെല്ലോസ് പറഞ്ഞു. എങ്കിൽ വേറെ ആർക്കാണ് അതിനവകാശമുള്ളത്? ലയോണൽ ചോദിച്ചു. രാജാവിന്റെ ആദ്യത്തെ കുട്ടിക്ക്, ഓട്ടോ പറഞ്ഞു. റെനീരയ്ക്കോ? ഒരു പെൺകുട്ടിക്ക്. ഒരു രാജ്ഞിയും ഇതുവരെ ഈ ഇരുമ്പ് സിംഹാസനത്തിൽ ഇരുന്നിട്ടില്ല, ലയോണൽ പറഞ്ഞു. അത് വെറും പാരമ്പര്യം മാത്രമാണ്, ലോർഡ് സ്ട്രോങ്, മെല്ലോസ് പറഞ്ഞു. ഡേമോൺ രണ്ടാമതൊരു മേഗോറായി മാറും, അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമാകും. അവൻ വലിയ അക്രമകാരിയും എടുത്തുചാട്ടക്കാരനുമാണ്. അവനിൽ നിന്നും രാജാവിനെയും ഈ രാജ്യത്തെയും രക്ഷിക്കേണ്ടത് ഈ സഭയുടെ കടമയാണ്. എന്നോട് ക്ഷമിക്കണം രാജാവേ, ഇതാണ് ഞാൻ കാണുന്ന സത്യം. ഇവിടെയുള്ള മറ്റു പലരും ഇതിനോട് യോജിക്കുന്നുണ്ടെന്നും എനിക്കറിയാം, ഓട്ടോ പറഞ്ഞു.
എന്റെ മകൾക്കും സഹോദരനുമിടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ എന്നെ ആർക്കും നിർബന്ധിക്കാൻ കഴിയില്ല, വിസെരീസ് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല രാജാവേ. ഇതിനവകാശമുള്ള മറ്റു പലരും ഇവിടെയുണ്ട്, കോർലീസ് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യയെപ്പോലെ ഒരിക്കലും രാജ്ഞിയാകാൻ കഴിയാതിരുന്നവൾ? ലയോണൽ ചോദിച്ചു. ജിഹേരിസിന്റെ ഏറ്റവും മുതിർന്ന മകന്റെ ഒരേയൊരു മകളായിരുന്നു റേനീസ്. ആ വലിയ സഭയിൽ അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവകാശമുണ്ടായിരുന്നത്. മാത്രമല്ല, അവൾക്ക് ഇപ്പോൾ തന്നെ ഒരു ആൺതരിയുണ്ട്, കോർലീസ് പറഞ്ഞു. കുറച്ചു നിമിഷങ്ങൾക്ക് മുൻപല്ലേ നിങ്ങൾ ഡേമോണിനെ പിന്തുണച്ച് സംസാരിച്ചത്? ഓട്ടോ ചോദിച്ചു. നമുക്കൊരു അവകാശിയെ തിരഞ്ഞെടുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ രാജ്യം? ലയോണൽ പറഞ്ഞു. മുറിയിലെ തർക്കങ്ങൾ കേട്ട് അങ്ങേയറ്റം ദുഃഖവും ദേഷ്യവും വന്ന് വിസെരീസ് തന്റെ കസേരയിൽ നിന്നും ചാടിയെഴുന്നേറ്റു. എന്റെ ഭാര്യയും മകനും മരിച്ചു. അവരുടെ ശവശരീരങ്ങൾ തിന്നാൻ വരുന്ന കാക്കകളെപ്പോലെ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ട് ഞാനിവിടെ ഇരിക്കില്ല. ഓട്ടോ ഒരു വലിയ നെടുവീർപ്പോടെ തിരികെ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ പാളുകയായിരുന്നു. ഓട്ടോയുടെ മുറിയിൽ കനത്ത മൗനത്തിനിടയിൽ അദ്ദേഹം ഒരു കത്തിന്മേൽ മെഴുകുരുക്കി തന്റെ ഔദ്യോഗിക മുദ്ര പതിപ്പിക്കുകയായിരുന്നു. അധികാരത്തിന്റെ പുതിയ കരുനീക്കങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ഈ കാക്കയെ ഉടൻ തന്നെ ഓൾ ടൗണിലേക്ക് അയക്കുക. ഒട്ടും വൈകരുത്, ഓട്ടോ പറഞ്ഞു. ഓട്ടോ ആ കത്ത് മെല്ലോസിന്റെ കയ്യിൽ കൊടുത്തു. മെല്ലോസ് തലയാട്ടി അത് വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോഴാണ് അലൈസന്റ് വളരെ പതുക്കെ ആ മുറിയിലേക്ക് വന്നത്. ഓട്ടോ വേഗത്തിൽ എഴുന്നേറ്റ് വന്ന് ആലിസന്റിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. റേനീറായ്ക്ക് എങ്ങനെയുണ്ട്? ഓട്ടോ ചോദിച്ചു. രാജ്ഞിയെ എല്ലാവർക്കും വലിയ സ്നേഹമായിരുന്നു. ഇന്ന് ഞാൻ നിന്റെ അമ്മയെക്കുറിച്ചാണ് ഓർത്തുപോയത്, ഓട്ടോ പറഞ്ഞു. രാജാവിനെ എങ്ങനെയുണ്ട്? ആലിസന്റ് ചോദിച്ചു. വളരെ മോശം അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചത്, ഓട്ടോ പറഞ്ഞു. ഓട്ടോ വീണ്ടും തന്റെ മേശക്കരികിലേക്ക് നടന്നു. നീ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ആശ്വാസം നൽകുക, ഓട്ടോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുറിയിലേക്കോ? അവിടെ ചെന്ന് ഞാനെന്താണ് പറയുക? ആലിസന്റ് ചോദിച്ചു. വലിയ ഭയത്തോടെ ആലിസന്റ് തന്റെ നഖങ്ങൾ കടിക്കാൻ തുടങ്ങി. അത് നിർത്തൂ. നീ അവിടെ ചെല്ലുന്നത് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായിരിക്കും, ഓട്ടോ പറഞ്ഞു. ഓട്ടോ മറ്റൊരു കത്തെഴുതാൻ തുടങ്ങി. ആലിസന്റ് അവിടെ നിന്നും പോകാനായി തിരിഞ്ഞു. നീ നിന്റെ അമ്മയുടെ ഏതെങ്കിലും വസ്ത്രം ധരിച്ചു പോകുന്നതായിരിക്കും നല്ലത്, ഓട്ടോ പറഞ്ഞു. ആലിസന്റ് ഒരു നിമിഷം അവിടെ നിന്നുപോയി. അവളുടെ അച്ഛന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ അവിടെ നിന്നും നടന്നുപോയി. വിസെരീസിന്റെ വലിയ മുറിയിൽ അദ്ദേഹം തന്റേതായ ലോകത്തായിരുന്നു. പഴയ വലീരിയായുടെ അതിമനോഹരമായ ഒരു മാതൃക അവിടെ നിർമ്മിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ടുകേട്ടു. റയാം അകത്തേക്ക് വന്ന് തലകുനിച്ചു. ലേഡി ആലിസന്റ് ഹൈടവർ വന്നിട്ടുണ്ട് രാജാവേ, റയാം പറഞ്ഞു. എന്താണ് കാര്യം ആലിസന്റ്? വിസെരീസ് ചോദിച്ചു. ഞാനൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്, ആലിസന്റ് പറഞ്ഞു. റയാം വാതിലടച്ച് പുറത്തേക്ക് പോയി. വളരെ നന്ദി, അതൊരു വലിയ കാര്യമാണ്, വിസെരീസ് പറഞ്ഞു. ഇതെനിക്കേറെ പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. അങ്ങേക്ക് ചരിത്രത്തോട് വലിയ താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം, ആലിസന്റ് പറഞ്ഞു. അതെ, താൽപ്പര്യമുണ്ട്, വിസെരീസ് പറഞ്ഞു. ആലിസന്റ് ആ വലിയ നഗരത്തിന്റെ മാതൃകയുടെ മറുഭാഗത്തുള്ള കസേരയിൽ പോയിരുന്നു. എന്റെ അമ്മ മരിച്ച സമയത്ത് ആളുകൾ എന്നോട് വലിയ കടങ്കഥകൾ പോലെയാണ് സംസാരിച്ചത്. എനിക്കുണ്ടായ വലിയ നഷ്ടത്തിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് ആരെങ്കിലും എന്നോട് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അങ്ങേക്കുണ്ടായ ഈ വലിയ നഷ്ടത്തിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്, ആലിസന്റ് പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിലെ ഒരു വേശ്യാലയത്തിൽ വളരെ അലങ്കോലമായ ഒരു അന്തരീക്ഷമായിരുന്നു. സിറ്റി വാച്ചിലെ ഭടന്മാരും വേശ്യകളും മദ്യപിച്ച് നൃത്തം ചെയ്യുകയും പരസ്പരം ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാമിടയിൽ മദ്യപിച്ചുകൊണ്ട് ഒരു മേശയ്ക്കരികിൽ ഡേമോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് കടുത്ത നിരാശയും അഹങ്കാരവുമുണ്ടായിരുന്നു. മൈസാരിയ കുറച്ചു വീഞ്ഞുമായി അവന്റെ അടുത്തേക്ക് വന്നു. വീണ്ടും ഒരിക്കൽ കൂടി രാജാവിന്റെ ഒരേയൊരു അവകാശിയായി മാറിയല്ലോ, മൈസാരിയ പറഞ്ഞു. അതേസമയം കൊട്ടാരത്തിൽ നിന്നും ഓട്ടോയുടെ ശബ്ദം പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേട്ടു. നാം തുടങ്ങുന്നതിനു മുൻപ് രാജാവേ, എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു റിപ്പോർട്ട് അങ്ങേ അറിയിക്കണമെന്ന് ഞാൻ കരുതുന്നു, ഓട്ടോ പറഞ്ഞു. വേശ്യാലയത്തിലെയും കൗൺസിൽ മുറിയിലെയും ദൃശ്യങ്ങൾ മാറി മാറി തെളിഞ്ഞുവന്നു. ഇന്നലെ രാത്രി പ്രിൻസ് ഡീമോൺ തന്റെ സിറ്റി വാച്ചിലെ ഭടന്മാർക്കും മറ്റു സുഹൃത്തുക്കൾക്കുമായി സ്ട്രീറ്റ് ഓഫ് സിൽക്കിലെ ഒരു വേശ്യാലയം മുഴുവനായി വിലക്കെടുത്ത് ആഘോഷങ്ങൾ നടത്തി, ഓട്ടോ പറഞ്ഞു. സിംഹാസനത്തിന്റെ അടുത്ത അവകാശി ഞാനാണെന്ന സത്യം രാജാവിനും കൗൺസിലിനും ഇന്നും ഒരു വലിയ തലവേദനയാണ്, ഡേമോൺ വേശ്യാലയത്തിൽ വെച്ച് പറഞ്ഞു. ഡേമോൺ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അവരെത്രയൊക്കെ സ്വപ്നം കണ്ടാലും പ്രാർത്ഥിച്ചാലും എനിക്ക് പകരക്കാരനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ദൈവങ്ങൾ തരും, അതുപോലെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും, ഡേമൺ പറഞ്ഞു. അവൻ പ്രിൻസ് ബേലോനു വേണ്ടി മദ്യപിച്ചു, ഓട്ടോ പറഞ്ഞു. അവൻ ആ കുഞ്ഞിനെ വിളിച്ചത് ഒരു ദിവസത്തെ അവകാശി എന്നാണ്, ഓട്ടോ പറഞ്ഞു. കൊട്ടാരത്തിലെ ഇരുമ്പ് സിംഹാസനമുള്ള വലിയ മുറിയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു. അങ്ങേയറ്റം കോപാകുലനായിക്കൊണ്ട് സിംഹാസനത്തിൽ വിശേരിസ് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിനു മുന്നിലായി 4 വലിയ രാജകീയ ഭടന്മാർ കാവൽ നിന്നിരുന്നു. ആ സമയത്തും ഓട്ടോയുടെ ശബ്ദം പശ്ചാത്തലത്തിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. 3 വ്യത്യസ്ത സാക്ഷികളിൽ നിന്നും ഞാൻ ഈ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതാണ്. ഇന്നലെ രാത്രി നടന്നതെല്ലാം വലിയൊരു ആഘോഷം തന്നെയായിരുന്നു, ഓട്ടോ പറഞ്ഞു. മുറിയിലേക്ക് കടന്നുവന്ന ഡീമൺ യാതൊരു കൂസലുമില്ലാതെ വിസെരീസിനെ നോക്കി. സഹോദരാ, നിങ്ങളെ കണ്ടാൽ ഇപ്പോൾ വലിയൊരു പോരാളിയെപ്പോലെയുണ്ട്, ഡേമൺ പറഞ്ഞു. നീ അത് പറഞ്ഞോ? വിസേരീസ് ചോദിച്ചു.
ഡീമോൺ ആ ഭടന്മാർക്ക് മുൻപിൽ വന്നു നിന്നു. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ഡീമോൺ പറഞ്ഞു. നീ എന്നെ രാജാവേ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ എന്റെ ഭടന്മാരെക്കൊണ്ട് ഞാൻ നിന്റെ നാവ് വെട്ടിയെടുപ്പിക്കും. ഒരു ദിവസത്തെ അവകാശി. നീ അത് പറഞ്ഞോ? വിസേരീസ് അലറി. നമ്മളെല്ലാവരും നമ്മുടേതായ രീതിയിലാണല്ലോ ദുഃഖമാചരിക്കുന്നത് രാജാവേ, ഡീമോൺ പറഞ്ഞു. എന്റെ കുടുംബം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. പക്ഷേ എന്റെ കൂടെയോ റെനീറയുടെ കൂടെയോ നിൽക്കുന്നതിന് പകരം നീ നിന്റെ തന്നെ വളർച്ച ആഘോഷിക്കുകയാണ് ചെയ്തത്. വേശ്യകളുടെയും നിന്റെ കാൽ നക്കുന്നവരുടെയും കൂടെയിരുന്ന് ചിരിക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞു? എന്നെ കൂടാതെ ഈ കൊട്ടാരത്തിൽ നിനക്ക് വേറെയാരുമില്ല. ഞാൻ മാത്രമാണ് നിന്നെ എപ്പോഴും പ്രതിരോധിച്ചിട്ടുള്ളത്. എന്നിട്ടും ഞാൻ നിനക്ക് നൽകിയതെല്ലാം നീ എന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുകയാണ് ചെയ്തത്, വിസെറിസ് പറഞ്ഞു. നിങ്ങൾ എന്നെ എപ്പോഴും ഇവിടെ നിന്നും മാറ്റാനല്ലേ ശ്രമിച്ചിട്ടുള്ളത്? വെയിലിലേക്കും സീറ്റി വാച്ചിലേക്കും നിങ്ങളുടെ അടുത്തൊഴികെ മറ്റെവിടെയൊക്കെ എന്നെ മാറ്റാമോ അവിടെയെല്ലാം. 10 വർഷമായി നിങ്ങൾ രാജാവായിട്ട്, പക്ഷേ ഇന്നുവരെ എന്നോട് നിങ്ങളുടെ ഹാൻഡാകാൻ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഡേമൺ പറഞ്ഞു. ഞാൻ എന്തിനത് ചെയ്യണം? വിസെറിസ് ചോദിച്ചു. കാരണം ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. ഡ്രാഗൺകളുടെ രക്തത്തിന് വലിയ കരുത്തുണ്ട്, ഡേമൺ പറഞ്ഞു. പിന്നെ നീയെന്തിനാണ് എന്നെ ഇത്രയധികം വേദനിപ്പിക്കുന്നത്? വിസെറിസ് ചോദിച്ചു. ഞാനെപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓട്ടോ ഹൈറ്റവർ ആരാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം, ഡേമൺ പറഞ്ഞു. അങ്ങേയറ്റം വിശ്വസ്തനായ ഒരു ഹാൻഡല്ലേ അവൻ? വിസെറിസ് ചോദിച്ചു. അവനൊരു ചെറ്റയാണ്. സ്വന്തമായി പിടിച്ചെടുക്കുന്നതല്ലാതെ പാരമ്പര്യമായി ഒന്നും തന്നെ ലഭിക്കാനില്ലാത്ത രണ്ടാമത്തെ മകൻ, ഡേമൺ പറഞ്ഞു. നീ ഒരിക്കലും വിചാരിച്ചാൽ പോലും എത്താൻ കഴിയാത്തത്ര മാന്യനായ മനുഷ്യനാണ് ഓട്ടോ ഹൈറ്റവർ, വിസെറിസ് പറഞ്ഞു. അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല. ഞാൻ സംരക്ഷിക്കും, ഡേമൺ പറഞ്ഞു. എന്തിൽ നിന്നും? വിസെറിസ് ചോദിച്ചു. നിങ്ങളിൽ നിന്നും തന്നെ. വിസെറിസ്, നിങ്ങൾ അങ്ങേയറ്റം ദുർബലനാണ്. നിങ്ങളുടെ ചോര കുടിക്കുന്ന ആ കൗൺസിലിലെ അംഗങ്ങൾക്കത് വ്യക്തമായി അറിയാം. അവർ അവരുടെ തന്നെ ആവശ്യങ്ങൾക്കായി നിങ്ങളെ ഉപയോഗിക്കുകയാണ്, ഡീമൺ പറഞ്ഞു. ഞാൻ പുതിയൊരു അവകാശിയെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, വിസെറിസ് പറഞ്ഞു. ഞാനാണ് നിങ്ങളുടെ അവകാശി, ഡേമൺ പറഞ്ഞു. ഇനിയല്ല. രാജാവിന്റെ ഉത്തരവായി കരുതി നീ ഉടൻ തന്നെ റൂൺസ്റ്റോണിലേക്ക് നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് തിരികെ പോവുക, വിസെറിസ് പറഞ്ഞു. ഡേമൺ പെട്ടെന്ന് മുന്നോട്ടു വരാൻ ശ്രമിച്ചപ്പോൾ കാവൽ നിന്നിരുന്ന 4 ഭടന്മാരും തങ്ങളുടെ വാളൂരി അവന് നേരെ തിരിഞ്ഞു. ഡേമൺ വേഗത്തിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. വിസെറിസ് പൂർണ്ണമായും തളർന്ന് സിംഹാസനത്തിലേക്ക് വീണു. അപ്പോഴാണ് ആ ഇരുമ്പ് സിംഹാസനത്തിൽ തട്ടി തന്റെ വിരലിൽ വലിയൊരു മുറിവുണ്ടായ കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചത്. ആ രക്തം പഴയ രാജാക്കന്മാരുടെ ക്രൂരതകളെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. 100 കണക്കിന് മെഴുകുതിരികളുടെ വെളിച്ചത്തിനു നടുവിൽ ഡ്രാഗൺകളുടെ രാജാവായിരുന്ന ബെലീറിയന്റെ വലിയ തലയോട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വിസേരിസ് മെഴുകുതിരികൾക്ക് മുൻപിൽ എന്തോ ചിന്തയിലാണ്ട് നിൽക്കുകയായിരുന്നു. അവിടേക്ക് റിയംനൊപ്പം റെനീറ കടന്നുവന്നു. അവൾ പതുക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു നിന്നു. അച്ഛാ, റെനീറ വിളിച്ചു. വെലീരിയ തകരുന്നതിനു മുൻപ് അത് കണ്ടിട്ടുള്ള അവസാനത്തെ ജീവിയായിരുന്നു ബെലീറിയൻ. അതിന്റെ വലിയ പ്രതാപവും തകർച്ചയും അവൻ കണ്ടിട്ടുണ്ട്. നീ ഈ ഡ്രാഗൺകളെ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? വിസെറിസ് ചോദിച്ചു. അമ്മയുടെ മരണത്തിനു ശേഷം നിങ്ങൾ ഇന്നുവരെ എന്നോട് ഒരക്ഷരം സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഭടന്മാരെ എന്റെ അടുത്തേക്ക് അയച്ച്. റെനീറ പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. ഇതങ്ങേയറ്റം പ്രധാനപ്പെട്ട കാര്യമാണ്. നീ എന്താണ് കാണുന്നത്? വിസെറിസ് ചോദിച്ചു. അവരിൽ ഞാൻ നമ്മളെത്തന്നെയാണ് കാണുന്നത്, റെനീറ പറഞ്ഞു. കൂടുതൽ വ്യക്തമായി പറയൂ, വിസെറിസ് പറഞ്ഞു. മനുഷ്യരെക്കാൾ കൂടുതൽ ദൈവങ്ങളോട് അടുത്തു നിൽക്കുന്നവരാണ് ടാർഗേറിയൻകൾ എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അവർ അങ്ങനെ പറയുന്നത് നമ്മുടെ ഈ ഡ്രാഗൺകളെ കണ്ടിട്ടാണ്. ഇവറ്റകളില്ലായിരുന്നെങ്കിൽ നമ്മളും മറ്റെല്ലാവരെയും പോലെ സാധാരണക്കാരായനെ, റെനീറ പറഞ്ഞു. വിസെറിസ് അവളുടെ വാക്കുകൾ കേട്ട് പതുക്കെ തലയാട്ടി. നാം ഈ ഡ്രാഗൺകളെ നിയന്ത്രിക്കുന്നു എന്നത് വെറുമൊരു തോന്നൽ മാത്രമാണ്. മനുഷ്യരൊരിക്കലും കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത വലിയൊരു ശക്തിയാണത്. ആ ശക്തിയാണ് വലീരിയയ്ക്ക് അതിന്റെ തകർച്ച കൊണ്ടുവന്നത്. നമ്മുടെ സ്വന്തം ചരിത്രത്തെ നാം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കും അതേ അവസ്ഥ തന്നെ വരും. ഒരു രാജാവോ രാജ്ഞിയോ ആകുന്ന ഏതൊരു ടാർഗേറിയനും ഇതറിഞ്ഞിരിക്കണം, വിസെറിസ് പറഞ്ഞു. റെനീറ വലിയ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. നീ ജനിച്ചതിന് ശേഷമുള്ള ഈ വലിയ കാലമത്രയും ഞാനൊരു മകനുവേണ്ടി മാത്രമാണ് ആഗ്രഹിച്ചത്, വിസെറിസ് പറഞ്ഞു. ആലിസന്റ് വന്ന് റെനീറയെ രാജകീയ വസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ സഹായിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ തെളിഞ്ഞുവന്നു. നീ നിന്റെ അമ്മയെപ്പോലെ തന്നെ അങ്ങേയറ്റം മികച്ചവളാണ്, വിസെറിസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അവളോടുള്ള സ്നേഹവും ബഹുമാനവും നിറഞ്ഞുനിന്നു. നിനക്കൊരു വലിയ രാജ്ഞിയാകാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിന്റെ അമ്മയ്ക്കും ആ വിശ്വാസമുണ്ടായിരുന്നു, വിസെറിസ് പറഞ്ഞു. ഡെയ്മോൺ അല്ലേ നിങ്ങളുടെ അവകാശി? റെനീറ ചോദിച്ചു. റെനീറ രാജകീയ ആഭരണങ്ങൾ അണിയുന്ന ദൃശ്യങ്ങൾ വീണ്ടും സ്ക്രീനിൽ മിന്നിമറഞ്ഞു. ഈ കിരീടം ധരിക്കാൻ ഒരിക്കലും യോഗ്യനായവനല്ല ഡേമൺ, വിസെറിസ് പറഞ്ഞു. എന്നാൽ നിനക്കതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വിസെറിസ് പറഞ്ഞു. വലിയ സിംഹാസനമുറിയിൽ അനേകം പ്രഭുക്കന്മാർ അണിനിരന്നിട്ടുണ്ടായിരുന്നു. കോർലിസ് ഓഫ് ഹൗസ് വെലാറിയൻ മെല്ലോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു.
മറ്റ് പ്രഭുക്കന്മാർക്കിടയിൽ നിന്നും കോർലിസ് മുന്നോട്ട് വന്ന് മുട്ടുകുത്തി നിന്നു. ലോർഡ് ഓഫ് ദ ടൈഡ്സും മാസ്റ്റർ ഓഫ് ഡ്രിഫ്റ്റ്മാർക്കുമായിട്ടുള്ളവൻ മെല്ലോസ് പറഞ്ഞു. ലോർഡ് ഓഫ് ദ ടൈഡ്സും മാസ്റ്റർ ഓഫ് ഡ്രിഫ്റ്റ്മാർക്കുമായ കോർലിസ് വെലാരിയോൺ എന്ന ഞാൻ രാജാവ് വിസരീസിനോടും അദ്ദേഹത്തിന്റെ അവകാശിയായ രാജകുമാരി റേനീറയോടും അങ്ങേയറ്റം വിശ്വസ്തനായിരിക്കുമെന്ന് ഇതിനാൽ വാക്കു നൽകുന്നു. അവരോട് ഞാൻ എന്റെ പൂർണ്ണമായ കൂറ് പ്രഖ്യാപിക്കുന്നു. യാതൊരു വഞ്ചനയുമില്ലാതെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്, കോർലിസ് പറഞ്ഞു. സിംഹാസനമുറിയിലെ ഗൗരവമേറിയ അന്തരീക്ഷം വീണ്ടും തെളിഞ്ഞു. ഇതൊരു ചെറിയ കാര്യമല്ല, ഇരുണ്ട മുറിയിൽ വെച്ച് അവളോട് പറഞ്ഞു. വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു ഡ്രാഗണിന്റെ പുറത്തിരിക്കുക എന്നത് എളുപ്പമായിരിക്കാം, പക്ഷേ ഈ ഇരുമ്പ് സിംഹാസനമാണ് ഈ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഇരിപ്പിടം, വിസരീസ് പറഞ്ഞു. സിംഹാസനമുറിയിൽ ഹോബർട്ട് ഹൈടവർ മുട്ടുകുത്തിനിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബീക്കൺ ഓഫ് ദ സൗത്തും ഡിഫൻഡർ ഓഫ് ദ സിറ്റിഡലും വോയിസ് ഓഫ് ഓൾ ടൗണുമായ ലോർഡ് ഹോബർട്ട് ഹൈടവർ എന്ന ഞാൻ രാജാവ് വിസരീസിനോടും അദ്ദേഹത്തിന്റെ അവകാശിയായ രാജകുമാരി റേനീറയോടും വിശ്വസ്തനായിരിക്കുമെന്ന് ഇതിനാൽ വാക്കു നൽകുന്നു, ഹോബർട്ട് പറഞ്ഞു. അതിനുശേഷം ദൃശ്യങ്ങൾ ഡേമോണിന്റെ അടുത്തേക്ക് മാറി. അവൻ തന്റെ ഡ്രാഗണായ കാരക്സസിനൊപ്പം നിൽക്കുകയായിരുന്നു. മൈസേറിയ അവന്റെ അടുത്തേക്ക് നടന്നുവന്നു. അവരോട് ഞാൻ എന്റെ പൂർണ്ണമായ കൂറ് പ്രഖ്യാപിക്കുന്നു. യാതൊരു വഞ്ചനയുമില്ലാതെ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്. പഴയതും പുതിയതുമായ ദൈവങ്ങളുടെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു, ഹോബർട്ട് പറഞ്ഞു. ബോർമണ്ട് വന്ന് മുട്ടുകുത്തി നിന്നു. ബോർമണ്ട് ബരത്യോൻ എന്ന ഞാൻ രാജാവ് വിസറിസിനോട് വിശ്വസ്തനായിരിക്കുമെന്ന് വാക്കു നൽകുന്നു. ബോർമണ്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നിനക്കത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ നീ അത് കേട്ടേ മതിയാകൂ, വിസറിസ് പറഞ്ഞു. വിസരീസിന്റെ മുഖത്തെ ഗൗരവം അവളിൽ വലിയ ഭയം സൃഷ്ടിച്ചു. നമ്മുടെ ചരിത്രങ്ങൾ പറയുന്നത് ഏഗോൺ ഈ ഡ്രാഗൺസ്റ്റോണിൽ നിന്നും ബ്ലാക്ക് വാട്ടർ കടലിനപ്പുറമുള്ള വലിയ കരയിലേക്ക് നോക്കിയപ്പോൾ സമ്പൽ സമൃദ്ധമായ വലിയൊരു ഭൂമി അവന് കീഴടക്കാൻ തയ്യാറായി കിടക്കുന്നത് കണ്ടു എന്നാണ്. പക്ഷെ വെറുമൊരു അധികാരമോഹം കൊണ്ടല്ല അവൻ ഈ ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അതിന് കാരണം ഒരു സ്വപ്നമായിരുന്നു. വലീരിയയുടെ തകർച്ച ഡാനീസ് മുൻകൂട്ടി കണ്ടതുപോലെ ഏഗോൺ മനുഷ്യകുലത്തിന്റെ അവസാനത്തെ മുൻകൂട്ടി കണ്ടു. ദൂരെയുള്ള വടക്കുഭാഗത്തുനിന്നും വീശിയടിക്കുന്ന അങ്ങേയറ്റം ഭയാനകമായ ഒരു തണുത്ത കാറ്റിലൂടെയായിരിക്കും അതിന്റെ തുടക്കം, വിസറിസ് പറഞ്ഞു. സിംഹാസനമുറിയിൽ റിക്കോൺ സ്റ്റാർക്ക് മുന്നോട്ട് വന്ന് മുട്ടുകുത്തി നിന്നു. വിന്റർഫെല്ലെ പ്രഭുവായ റിക്കൺ സ്റ്റാർക്ക് എന്ന ഞാൻ ആ കാറ്റിനൊപ്പം അങ്ങേയറ്റം ഭയാനകമായ വലിയൊരു ഇരുട്ട് വരുന്നത് ഏഗോൺ കണ്ടു. അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശക്തികൾ ജീവനുള്ള എല്ലാത്തിനെയും നശിപ്പിക്കും. ആ വലിയ ശൈത്യകാലം വരുമ്പോൾ റേനീറ, വിസേരിസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വെസ്റ്ററോസ് ഒന്നടങ്കം അതിനെതിരെ പോരാടാൻ നിൽക്കേണ്ടിവരും. മനുഷ്യരുടെ ലോകം നിലനിൽക്കണമെങ്കിൽ ഈ ഇരുമ്പ് സിംഹാസനത്തിൽ ഒരു ടാർഗേറിയൻ തന്നെ ഉണ്ടായിരിക്കണം, വിസറിസ് പറഞ്ഞു. വരാനിരിക്കുന്ന ആ വലിയ ഇരുട്ടിനും തണുപ്പിനുമെതിരെ രാജ്യത്തെ ഒന്നായി നിർത്താൻ കഴിവുള്ള ഒരു രാജാവോ രാജ്ഞിയോ തന്നെ സിംഹാസനത്തിൽ വേണം, വിസറിസ് പറഞ്ഞു. ഈഗോൺ തന്റെ ആ സ്വപ്നത്തെ വിളിച്ചത് ദ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നാണ്, വിസറിസ് പറഞ്ഞു. വിസറിസ് തന്റെ അരയിലുണ്ടായിരുന്ന മനോഹരമായ ഒരു ചെറിയ കത്തി പുറത്തേക്കെടുത്തു. ഈ രഹസ്യം ഏഗോണിന്റെ കാലം മുതൽ രാജാക്കന്മാർ തങ്ങളുടെ അവകാശികൾക്ക് മാത്രം കൈമാറി വരുന്നതാണ്. നീ ഇത് സ്വന്തമാക്കുകയും മരണം വരെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഇപ്പോൾ എനിക്ക് വാക്കു നൽകണം. എനിക്ക് വാക്കു നൽകൂ, റേനീറ. വാക്കു നൽകൂ, വിസറിസ് പറഞ്ഞു. സിംഹാസനമുറിയിൽ വലിയ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന റേനീറ തിരിഞ്ഞ് സിംഹാസനത്തിലിരിക്കുന്ന തന്റെ അച്ഛനെ നോക്കി. അദ്ദേഹം സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് അവിടെയുള്ള പ്രഭുക്കന്മാരോടായി ഉച്ചത്തിൽ സംസാരിച്ചു. വിസറിസ് ടാർഗേറിയൻ എന്ന ഞാൻ എന്റെ പേരുള്ളവരിൽ ഒന്നാമൻ. ഈ സമയം ഡയമോണും മൈസാരിയായും തങ്ങളുടെ ഡ്രാഗണായ കാരാക്സിസിന്റെ പുറത്തുകയറി ആകാശത്തിലൂടെ വേഗത്തിൽ പറന്നുപോകുന്ന ദൃശ്യം കാണിച്ചു. ആൻഡൽസിന്റെയും റോയിനറിന്റെയും ഫേസ്റ്റ്മെനിന്റെയും രാജാവും 7 കിങ്ഡംസിന്റെ നാഥനും ഈ രാജ്യത്തിന്റെ സംരക്ഷകനുമായ ഞാൻ ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. മുഴുവൻ സഭയും ശ്വാസമടക്കിപ്പിടിച്ച് ആ വാക്കുകൾക്കായി കാത്തുനിന്നു. ഡ്രാഗൺസ്റ്റോണിലെ രാജകുമാരിയും ഇരുമ്പ് സിംഹാസനത്തിന്റെ അവകാശിയുമായി റേനീറ ടാർഗേറിയനെ ഞാൻ പ്രഖ്യാപിക്കുന്നു, വിസറിസ് പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന എല്ലാ പ്രഭുക്കന്മാരും വലിയ ബഹുമാനത്തോടെ തങ്ങളുടെ തലകുനിച്ചു നിന്നു. എപ്പിസോഡ് അവസാനിക്കുന്നു. ഹൗസ് ഓഫ് ദ ഡ്രാഗണിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.